നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാനാവാത്ത ഒരു എലമെൻ്റാണ് മെറ്റലുകൾ എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ടൈപ്പ് മെറ്റലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അയൺ, ഗോൾഡ്, കോപ്പർ, ടിന്ന്, അലുമിനിയം, ഡിഫറെൻ്റ് മെറ്റലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ട്രാൻസ്പോർട്ട് സെക്ടറിലാണ് ഏറ്റവും കൂടുതലായിട്ട് മെറ്റലുകൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വെഹിക്കിൾസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ, കൺസ്ട്രക്ഷൻ സെക്ടറിൽ, ടെക്നോളജി സെക്ടറിൽ, കൺസ്യൂമർ ഗുഡ് സെക്ടറിൽ, ഈ ഏരിയകളിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെറ്റലുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ മെറ്റലുകളുടെ പ്രോപ്പർട്ടീസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാലിയബിൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. മെറ്റൽ മാലിയബിൾ ആണ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അവരെ പ്രസ്ഡ് ഇൻ ടു തിൻ ഷീറ്റായിട്ട് നമുക്ക് അടിച്ച് പരത്താൻ പറ്റും, ഷീറ്റായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത്. മറ്റൊന്നാണ് ഡക്ടൈൽ, ഡ്രോൺ ഇറ്റ് ഇൻ ടു തിൻ വയേഴ്സ്. നമ്മൾ ഗോൾഡ് എടുക്കുക, ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഗോൾഡ് കൊറോഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട്, റിയാക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ട് ദീർഘകാലം തിളക്കം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളത് ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് ഡിഫറെൻ്റ് ടൈപ്പിലേക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട്, മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളതിനെ അടിച്ച് പരത്താൻ പറ്റും. അതോടൊപ്പം തന്നെ തിൻ വയേഴ്സ് ആക്കി മാറ്റാനും പറ്റും. ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കാണിക്കുന്ന മെറ്റലും കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെറ്റലിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്, എല്ലാ മെറ്റലുകൾക്കും ഈ പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കാണിക്കുന്നത് ഗോൾഡ് ആണെന്ന് മാത്രം. ലെസ്ട്രസ്, ലെസ്ട്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണേ, ഷൈനി അപ്പിയറൻസാണ്. അപ്പം നമ്മൾ ഒരു മെറ്റൽ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ന്യൂ കട്ടില്ലേ, പുതിയതായിട്ട് കട്ട് ചെയ്ത ആ ഏരിയ, അവിടെ ഒരു ഷൈനി അപ്പിയറൻസ് കുറച്ച് നേരത്തേക്കെങ്കിലും കാണിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ലസ്ട്രസ് എന്ന് വിളിക്കുന്നത്. ഇനി ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയെയും ഏറ്റവും നന്നായിട്ട് കണ്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ആരെന്ന് പറയുന്നത്, മെറ്റലുകൾ എന്ന് പറയുന്നത്. ദേ ആർ സോണറസ്. മെറ്റലിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും നോക്ക്, റിങ്ങിങ് സൗണ്ട് വെൻ സ്ട്രക്ക്. ഒരു റിങ്ങിങ് സൗണ്ട് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോണറസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മളുടെ വുഡൻ പീസിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു സോണറസ്, ഒരു റിങ്ങിങ് സൗണ്ട് ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മുടെ മെറ്റലിൻ്റെ മുകളിലാണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു മുഴക്കുണ്ടാവും, അത് ആ റിങ്ങിങ് സൗണ്ട് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സോണറസ് എന്ന് വിളിക്കുന്നത്. ഇനി വേറെയും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവർ ഹൈ ഡെൻസിറ്റി ആണ് കാണിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചറാണ്. എല്ലാ മെറ്റലുകളും റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിക്കോളണം എന്ന് നിർബന്ധമല്ല കേട്ടോ. ലിക്വിഡ് ആയിട്ടുള്ള മെറ്റലും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് മെർക്കുറി. പക്ഷേ മെജോറിറ്റി ഓഫ് മെറ്റൽ, 99.99% മെറ്റലുകളും സോളിഡാണ്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ഒരു പക്ഷേ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ എന്ന് ചോദിക്കാം. ആ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്.